ഹായ്, ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗ്രീൻ സ്മൂതി. അപ്പോൾ ഗ്രീൻ സ്മൂതിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ന്യൂട്രിബുള്ളറ്റിലാണ് നമ്മുടെ സ്മൂതി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലും ഉണ്ടാക്കാം, പക്ഷേ ന്യൂട്രിബുള്ളറ്റിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് ധൃതിയുണ്ട്, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബേബി സ്പിനച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ്. പിന്നെ 1 കപ്പ് കോക്കനട്ട് വാട്ടർ വേണ്ടി വരും. അത് ഞാനിവിടെ പാക്കറ്റ് കോക്കനട്ട് വാട്ടർ ഓർഗാനിക് ഉള്ളത് മേടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ കോക്കനട്ട് വാട്ടർ കിട്ടും. അപ്പോൾ അതിൻ്റെ 1 കപ്പ് മതി. പിന്നെ ഇത് ഞാൻ പൈനാപ്പിൾ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതുപോലെ കഴുകി ഫ്രീസ് ചെയ്ത് വെക്കാം. അതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് ഇത് മാംഗോസ്. ഇത് നമുക്ക് 1/2 കപ്പ് വേണ്ടി വരും. അപ്പോൾ 1/2 കപ്പ് മാംഗോ, 1/2 കപ്പ് ഫ്രോസൺ പൈനാപ്പിൾ, 1 കപ്പ് കോക്കനട്ട് വാട്ടർ, 1 കപ്പ് ബേബി സ്പിനച്ച്, പിന്നെ 1 ബനാന. ആകെ ഇത്രയും കൊണ്ടാണ് നമ്മളിന്ന് സ്മൂതി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ എന്തോരം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നതെന്ന്. കാരണം നമ്മളിതിൽ സ്പിനച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു റിഫ്രഷിങ് ഫീലിംഗ് ആണ്. ആദ്യം നമുക്ക് സ്പിനച്ച് ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ 1 കപ്പ് കോക്കനട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ ഗ്രീൻ സ്മൂത്തി കുടിക്കുന്നവർക്ക്, അതായത് അധികം എപ്പോഴൊന്നും കുടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആദ്യമേ തന്നെ നമ്മൾ സ്പിനച്ച് കോക്കനട്ട് വാട്ടറിൽ അടിച്ച്, അതായത് അധികം പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എടുത്തത്. നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അതൊന്നും ഒരു വിഷയമില്ലാന്ന് തോന്നും, കുറച്ച് സ്പിനച്ച് പീസസൊക്കെ അതിൽ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫ്രോസൺ പൈനാപ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വഴിയെ ഞാൻ പലതരം സ്മൂത്തീസൊക്കെ കാണിക്കാം. അപ്പോൾ അതിൽ വേറെ ഫ്രൂട്ട്സൊക്കെ ഇടുന്ന ബെറി സ്മൂതി അങ്ങനെയൊക്കെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. ഞാനപ്പോൾ അതിൻ്റെ അകത്തേക്ക് മാംഗോസ് കൂടെ ഇട്ട് കൊടുത്തു. ബനാന വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീസ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരെണ്ണം നല്ലതായിട്ട് പഴുത്ത ബനാന ഞാനിതിൽ ആഡ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ മധുരമൊന്നും ഇടുന്നില്ല, കാരണം ഇതിലുള്ള നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉള്ളൊരു ഇളം മധുരം ഉണ്ടല്ലോ, അത് തന്നെ നല്ലതാണ്. അത് തന്നെ അത്യാവശ്യം മതി. മധുരം ആഡ് ചെയ്ത് രാവിലെ നമ്മൾ കുറേ മധുരം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്മൂതി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറിൽ നമ്മുടെ സ്മൂതി ആവും. നല്ല റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് വയറിനൊക്കെ നല്ല തണുപ്പ് തോന്നും. ഇത് നമ്മൾ ഈ സ്പിനച്ച് ആഡ് ചെയ്തുകൊണ്ട് സ്പിനച്ചിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. കൂടുതലായിട്ട് നമ്മൾ ഇട്ട മാംഗോസിൻ്റെയും പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റാണ് നമുക്ക് വരിക. നമ്മൾ പൊതുവേ മലയാളികൾ കൂടുതലായിട്ട് ലഞ്ചിനാണ് നമ്മൾ എന്തെങ്കിലും സാലഡായിട്ടോ അല്ലെങ്കിൽ ചീരയൊക്കെ തോരനായിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാ മീലിലും ആഡ് ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കൂടെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കുടിക്കാം. കുട്ടികൾക്ക് ഇതുപോലത്തെ എന്നാ പറയുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാൻ പാടാണല്ലോ, പക്ഷേ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. കുറേ പേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ സ്മൂതി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്മൂതി റെസിപ്പീസൊക്കെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെൽത്തി സ്മൂതി റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ എവരിബഡി സ്റ്റേ ഹെൽത്തി. ബൈ.